ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾ ഔട്ടിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീട്ടിലും കാണുമല്ലോ ഇതേപോലെ ഓൾ ഔട്ടിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിൽ, അത് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ക്രാഫ്റ്റാണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഓൾ ഔട്ടിൻ്റെ ബോട്ടിൽ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് പോർഷനൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്ലേ ആണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മൗൾഡിഡ് ക്ലേ ആണ്. ഇപ്പോൾ ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ മൗൾഡിഡ് ക്ലേയിൽ ഇതേപോലെ 2 പീസ് ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ വൈറ്റ് കളർ ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പൗഡർ യൂസ് ചെയ്ത്. അപ്പോൾ ഞാനിവിടെ ഒരു കെറ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ സൈഡിൽ ഇതേപോലെ കെറ്റിലിൻ്റെ ആ ഷേപ്പിലൊന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നൈഫും ബ്രഷൊക്കെ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആ സൈഡിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബോട്ടിലിന്റെ മുകളിലുള്ള പോർഷനിൽ നമുക്ക് ഇതേപോലെ ക്ലേ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിനൊരു മൂടി ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ക്ലേ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ക്യാപ്പ്, ബോട്ടിലിന്റെ ക്യാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ സർക്കിളിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആ സെന്റർ പോർഷനിൽ ഇതേപോലെ ക്ലേ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കെറ്റിലിന്റെ മൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കെറ്റിലിന് ഒരു ഹാൻഡിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വയറാണ്. അപ്പൊ ഇതേപോലെ ബോട്ടിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിൽ, ഹാൻഡിലിന്റെ ഷേപ്പിൽ കിട്ടും. ഇനി ക്ലേ വെച്ചിട്ട് ആ വയറൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പൊ ഹാൻഡിലിന്റെ രണ്ട് സൈഡിലുള്ള ആ പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആദ്യം തന്നെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ക്ലേ വെച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഒട്ടിക്കാം. അപ്പൊ നമ്മുടെ ഹാൻഡിൽ ഇവിടെ റെഡിയായി. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഹാൻഡിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ക്ലേ ഉണങ്ങണതിന് മുമ്പ് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ കെറ്റിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ജെസ്സോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഡയറക്റ്റ് പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിന്റ് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫെവിക്കോളും ടാൽക്കം പൗഡറും പിന്നെ കുറച്ച് വൈറ്റ് അക്രിലിക് പെയിന്റ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ജെസ്സോ ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം യെല്ലോ കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അക്രിലിക് കളർ. അപ്പോൾ യെല്ലോ കളർ ഒരു ഭംഗിയില്ലാത്ത കാരണം അത് മാറ്റിയിട്ട് പിന്നെ ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു. അപ്പോൾ ഈ ബ്രൗൺ ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ഇതേപോലെയുള്ള കോപ്പർ ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കോപ്പർ ഷെയ്ഡിന്റെ കൂടെ തന്നെ ചെറുതായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കെറ്റിൽ ഇവിടെ റെഡിയായി. ഇതേപോലെ കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.